ഏട്ടാ 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 എന്താ ഇപ്പൊ കിടക്കണേ എനിക്ക് ചായ വേണോ? എനിക്ക് ചായ കാപ്പി നമ്മുടെ പോടും. ഒരു കട്ടൻ ചായ തരട്ടെ? വേണ്ടാന്ന്. ഇപ്പൊ എന്തിനാ കിടക്കണേ? എന്തിനാ ദേഷ്യപ്പെടണേ? എന്താ നിനക്ക് ഇപ്പൊ എന്താ കിടക്കണേ? ഇപ്പൊ പിന്നെന്താ? ഞാൻ എന്ത് വേണം പിന്നെ? നോക്കി നോക്ക്. എന്താണ് പറയേ? ഒച്ചെടുത്താ ഞാൻ പറയില്ല. എന്താ കാര്യം എന്ന് പറ. എനിക്കൊരു ചുമന്ന സാരി വേണം. ചുവന്ന സാരിയോ? ചുവന്ന സാരി നിനക്കുണ്ടല്ലോ. അതല്ല, പട്ടുസാരി. എന്ത്? ചുമന്ന പട്ടുസാരി വേണം. ചുവന്ന പട്ടുസാരി എന്തിനാത്? നമ്മുടെ കുഞ്ഞമ്മയുടെ അവിടെ കല്യാണത്തിന് പോണ്ടേ? വലഞ്ഞു നിന്റെ ഒരു കുഞ്ഞമ്മമാരുടെ. ഇത് ഏത് കുഞ്ഞമ്മയാണിത്? ഇവിടെ വന്ന് വിളിച്ചത് ഓർമ്മയില്ലേ? നിനക്ക് ഇത്രയും കുഞ്ഞമ്മമാരുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ തന്നെ മെനക്കിടില്ലായിരുന്നു. ഏട്ടാ കളിക്കല്ലേ ചുമ്മാ. അവരിവിടെ വന്ന് വിളിച്ചതല്ലേ, പോണം. നീ വെക്കോ. ചുമന്ന സാരി വേണം. സാരി പുതിയത് എടുത്തിട്ട് എന്റെ മോള് പോകൂല കേട്ടാ. അതെന്താ അങ്ങനെ പറയണേ? കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള സാരി ഉണ്ട്, അത് ചോപ്പാ, അത് എടുത്തിട്ട് പോയാൽ മതി. ഏട്ടാ ആ സാരി ഉടുക്കാൻ പറ്റില്ല. എന്താ അത് എടുത്താ കുഴപ്പം? ആ സാരി ഉടുത്തോണ്ട് ആ കല്യാണത്തിന് പോയപ്പോ എല്ലാവരും കണ്ടില്ലേ? അതിന് അതേ കല്യാണത്തിന് വന്നവര് തന്നെ ഈ കല്യാണത്തിനും വരുന്നേ. എന്റെ കയ്യിൽ പൈസ ഇല്ല. അവിടെ ചെല്ലുമ്പോ എല്ലാരും ചോദിക്കും, ഭർത്താവിന് ഗവൺമെന്റ് ഉദ്യോഗമായിട്ട് എന്താ പഴയ സാരി എടുത്തോണ്ട് വന്നേന്ന്. എനിക്കതിന് പ്രശ്നമില്ലാന്ന്. എനിക്ക് നാണമുണ്ട്. നിനക്ക് കാണേണ്ടത് നന്നായി. എനിക്ക് വേണമെങ്കിൽ അത് എടുത്ത് വെക്കോ. എന്റെ കയ്യിൽ പുതിയ സാരി വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. ഞാൻ പിന്നെ ആരോട് പോയി പറയും? നീ ആരോടും പോയി പറഞ്ഞു? അങ്ങനെ ആരോടെങ്കിലും പോയി പറയാൻ വേണ്ടിട്ടല്ലല്ലോ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ജമന്തി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ വഴക്കിന് നിൽക്കണ്ടാട്ടാ. ഞാൻ വഴക്കിന് വന്നല്ലോ. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് ഇപ്പൊ സാരി വാങ്ങിക്കാം. ഇതെന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്? ഇത് എന്റെ കാര്യത്തിന് മാത്രം നിങ്ങൾക്ക് ഒന്നും സമയമില്ല, പൈസ ഇല്ല. പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ആരടി ഇവിടെ നടത്തല്? നിന്റെ കാര്യങ്ങൾ ആരോടെ നടത്താറ്? ഞാനിവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കാന്നല്ലാതെ ഒരു കാര്യം നടക്കില്ല. എനിക്ക് ആരാ നടത്തണെന്ന് പറ. നിന്റെ കാര്യങ്ങൾ ആരാ നടത്തുന്നത് ഇവിടെ? നിനക്ക് നാവില്ലേ? അതെ, ഞാൻ പറയുന്ന സമയത്ത് ഏട്ടൻ വല്ലതും സാധിച്ചു തരാറുണ്ടോ? ഇല്ലല്ലോ. ഏട്ടന് തോന്നുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നിട്ട് ആരെ നടത്തണെന്ന് വെച്ചാൽ എന്ത് പറയാനാ? ഈ കാര്യത്തിൽ നീ അതിന് മെനക്കെടണ്ട. സാരി കിട്ടില്ല, എന്റെ കയ്യിൽ പൈസ നോക്കില്ല. അത് ഞാൻ പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾക്ക് ചെലവാക്കാൻ സമയവും ഇല്ല, പൈസ ഇല്ല. എനിക്ക് നല്ലോണം അറിയാം. ഇപ്പൊ എന്തിനാ താല്പര്യമൊന്നും എനിക്കറിയാം. നിങ്ങളുടെ ഓഫീസിൽ ആ പെണ്ണിന്റെ കൂടെ ആശുപത്രി പോകാനും കോഫി ഷോപ്പ് പോകാനും ഒക്കെ സമയം ഉണ്ടായിരുന്നല്ലോ. നീ വെറുതെ എന്താ വെറുതെ? സത്യല്ലേ? നിങ്ങൾ പോയില്ലേ? എന്തിനാടി പോയത്? എന്തിനാ പോയെന്ന് ആർക്കറിയാം? എന്തിനാ പോയത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിങ്ങൾ പറയണ വിശ്വസിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. ജമന്തി, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ അച്ഛൻ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബ്ലഡ് കൊടുക്കാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. ആ കൊച്ചിന്റെ അച്ഛൻ ആശുപത്രി കിടക്കുമ്പോ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. എന്റെ അച്ഛൻ എത്രയോ തവണ ഇവിടെ ക്രിട്ടിക്കലായിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് ഓടണം. എന്റെ കൂടെ വരാൻ പോലും സമയമില്ല. ഇപ്പൊ ബ്ലഡ് കൊടുക്കാനും മരുന്ന് മേടിക്കാനും എല്ലാത്തിനും നിൽക്കാൻ സമയമുണ്ട്, പൈസയുണ്ട്. ഞാൻ നിന്റെ ആരടി? ഞാൻ നിന്റെ ആരാണ്? ആ ബോധ്യം നിങ്ങൾക്ക് വേണം. എനിക്ക് നല്ല ബോധ്യമുണ്ടടി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് നല്ല ബോധ്യമാണ് ഞാൻ ചോദിച്ചത്. ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. നീ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ നാവുണ്ടല്ലോ, നാവ് നന്നല്ല കേട്ടാ. അത് കുറച്ചൊക്കെ അടക്കി നിർത്താൻ പഠിക്കും. സത്യം പറയുമ്പോ നാവ് നന്നല്ല എന്ന് പറഞ്ഞു. എന്ത് സത്യടി? ആരെവിടെ കളവ് പറഞ്ഞത്? ഞാനാ കളവ് പറഞ്ഞത്? പിന്നെ നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെ കൂടെ പോണത് സത്യല്ലേ? എന്റെ ദൈവം, ഈ വക വർത്താനം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കൊണ്ണിയാൻ അടിച്ചു പൊട്ടിക്കൂട്ടാ. എഴുതി പോയ മൂന്ന്. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അടിക്കാനൊക്കെ തോന്നുന്നു, എനിക്കറിയാം. ജമന്തി, എഴുന്നേറ്റ് പൊക്കാൻ തന്നെ മൂന്ന്. നിനക്ക് അതാ നല്ലത്. ഞാനിപ്പോ പോയാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരോന്ന്. എടി, എനിക്കൊരല്പ സമാധാനം താ. നീ ഇനിയിപ്പോ ഞാനായിട്ട് നിങ്ങളുടെ സമാധാനം കളയണല്ലോ. ഞാൻ പോയാൽ തീരുമല്ലോ നിങ്ങളുടെ സമാധാനം. നീ ഒന്ന് പോവാ എന്റെ മുമ്പ്. പോവോ? അത് നിനക്ക് എന്തെങ്കിലും തരണോ? അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല? നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഞാനെന്താ നിന്റെ അടിമയോ? അല്ല, എന്തെങ്കിലും കാര്യങ്ങൾ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് അന്നേരം ചെയ്തു കൊടുക്കണം. എല്ലാപ്പോഴും മനുഷ്യന്മാരെ കൊണ്ട് അങ്ങനെ പറ്റൂ? നിങ്ങൾ എനിക്ക് ഒന്നും ചെയ്തു തരണ്ട. ഞാൻ പൊക്കോളാം, മതിയല്ലോ. നിനക്ക് വെറുതെ എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടുകെട്ടാ. നീ ഇത് വെറുതെ വാങ്ങിക്കാൻ വേണ്ടി മെനക്കെടണ്ട. ഞാൻ അതാ എന്നോട് പറയണത്. എന്തടി നീ ഇങ്ങനെ നോക്കണേ? നീ എന്താ അങ്ങനെ നോക്കണേന്ന്? നീ എന്നെ കണ്ടിട്ടില്ലേ? എന്നെ നീ കണ്ടിട്ടില്ല?
നിങ്ങൾ ഇങ്ങനെ ഒറ്റയെടുക്കൊന്നും വേണ്ട. ഞാൻ സഹിച്ച് തന്നെ ഇവിടെ നിൽക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നീ എന്താണ് ഇവിടെ സഹിക്കുന്നത്? നീ ഇവിടെ എന്ത് സഹിക്കുന്ന ഈ പറയുന്നത്? ഇത്രയൊക്കെ സൗകര്യം ഇവിടെ ഉള്ളൂ. ഈ സൗകര്യത്തിനനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി. ഇല്ലെങ്കിൽ നിന്റെ പാടുവാങ്ങി പോടെങ്കിലും. ഞാൻ എനിക്ക് കൊട്ടാരം വെച്ചേരാനൊന്നും നിങ്ങളോട് പറയണില്ലല്ലോ. സാധാരണ ഒരു ഭാര്യ ആവശ്യപ്പെടുന്നത് മാത്രമേ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് ഈ സാരി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ പരിപാടി നടക്കില്ലാന്ന്. അത് ഞാൻ വാങ്ങിച്ചു തരില്ല. അത് മനസ്സിലാക്കാതെ നിനക്ക് പറ്റാത്തത്. എന്താ പറ്റി? ഞാൻ ഇനി ഇവിടെ നിന്നോളാം. എന്താ ഞാൻ ഇനി ഇവിടെ നിന്നോളാം. എന്തേ? ഞാനിപ്പോ ശല്യോ. അയ്യോ, ആർക്ക്? ഏട്ടന്. ശല്യാന്ന് പറഞ്ഞോ അവൻ? ഇന്നിപ്പോ എന്താന്ന് ഉള്ളി പറിച്ചോ അതോ ഇടിച്ചോ? ഒരു ഉറ്റ കാര്യമില്ലാതെ വെറുതെ ഇരുന്ന് കരയാൻ വേണ്ടിട്ട് നിനക്ക് എന്താ കൊച്ചേ? തല്ലി പിടിച്ചാ രണ്ടുപേരും കൂടി? ഓ, പുതിയ വിരുന്നുകാരി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് പോണില്ല, കെട്ടിച്ചു വിടാൻ ക്ലീറ്റോ. അതെയോ? ഇവിടെ നിൽക്കട്ടെ, തക്കളി മോക്ക് ഒരു കൂട്ടോ. എന്താ സംഗതി പറ. എന്നെ സഹിച്ചോണ്ടിരിക്കുകയാണ്. ഏട്ടന്റെ ഗതികേട് കൊണ്ടാണെന്ന്. അവൻ രാവിലെ കളി പിടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്ക് ഇട്ടിട്ടുണ്ട്. അമ്മ അത് വലിയ ആനക്കാരിയായിട്ട് തലയിലെടുത്ത് വെച്ചിട്ട് നടക്കുക അവള്. അങ്ങനെയൊന്നും അല്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല. ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ തല്ലി പിടിക്കണല്ലോ. അതല്ല എന്റെ വിഷമം. എന്നോട് ശരിക്കും പറഞ്ഞു എന്നെ സഹിക്കാൻ പറ്റൂലെന്ന്. കരിയൊക്കെ മുഖത്തായി, ഇവിടെയൊക്കെ ആയി. അതൊക്കെ അവനോട് പോയി പറ. അവൻ നിന്നെ ചുമ്മാ വട്ടാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണ, തമാശ പറയണായിരിക്കും. അങ്ങനെ അല്ല ക്ലീറ്റോ ചേട്ടാ. എന്തോന്നാടാ നീ കാണിക്കുന്നത്? ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ കണ്ടതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ കാണിച്ചാൽ എന്താ ഒരു കുഴപ്പം? ഒരു കുടുംബമാകുമ്പോ വഴക്ക് വയ്യാവില്ല ഉണ്ടാവും. അപ്പൊ ഉടനെ അവളെ പറഞ്ഞയക്കുന്നതാണോ ശരി? ഞാൻ അവളെ എവിടേക്ക് പറഞ്ഞയച്ചത്? അവൾ അവളെ തോന്നിയ ദിവസം പോലെ കാണിച്ചതാണ്. അവൾ അങ്ങനെ തോന്നിയ ദിവസം കാണിക്കുന്നവളൊന്നും അല്ല. എന്റെ അമ്മ, ഞാൻ ആരാണ് ഇവിടുത്തെ? ഞാൻ ആരാണ്? നീ അത് സ്വയം ചിന്തിച്ചു നോക്ക്, നീ ആരാണെന്ന്. അവൾ ഇറങ്ങി പോകൂലായിരുന്നു. അതെ, ഒരു ഭർത്താവ് ആവുമ്പോ കിട്ടേണ്ട മിനിമം പരിഗണന ഉണ്ട്, വേണ്ടേ? ഞാൻ അവളുടെ ഭർത്താവാണ് അല്ലേ? തന്നെ. പിന്നെ എന്തിനാ അവളോ അനാവശ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ നിന്നത്? എടാ, അനാവശ്യമല്ല, അത് സ്നേഹ കൂടുതലുണ്ട്. അവളെ സംസാരിച്ചു പോണതാണ്. ഒരു കുഞ്ഞിനെ പോലും കാണാൻ ഇതുവരെ ഇടയായില്ല. അതിന്റെ പേരിൽ അവൾക്ക് വിഷമം ഉണ്ടാവും. പിന്നെ കുഞ്ഞിനെ കാണാത്ത വിഷമം എങ്ങനെയാ പറഞ്ഞു തീർക്കണേ? എങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്നാ? അവർക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ കൂടുതലുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ അമ്മ മിണ്ടാണ്ടിരുന്നേ. അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവസാനം നീ ദുഃഖിക്കും. ഞാൻ ദുഃഖിച്ചോളാം. ഈ ഒരു കേസിന്റെ പേര് ഞാൻ ദുഃഖിക്കുകയാണെങ്കിൽ ദുഃഖിച്ചോട്ടെ. ഞാനത് സഹിച്ചു. പിന്നെന്താ പ്രശ്നം? എന്റെ കാലം കഴിയുമ്പോ ആരും കാണത്തില്ല, നീ ഒറ്റപ്പെടും. ഞാൻ കാര്യമായിട്ട് ഞാൻ പറയുന്നതാണ്. അമ്മ മിണ്ടാതിരിക്കോ? എനിക്കൊരു ലേശം സമാധാനം എന്താ? ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ്റില്ലല്ലോ. എടാ, നീ ഒന്ന് സമാധാനപ്പെടടാ. നീ പോയി അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. എനിക്ക് സൗകര്യമില്ല. ഇവിടെ പോയി വിളിച്ചോണ്ട് പോവാ. വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പോയി വിളിക്കണം അവളെ. നമ്മൾ ഒതുങ്ങണം. എടാ, താൻ ഒതുങ്ങി തന്റെ കൊല ഒതുങ്ങി ജീവിക്കണമെന്നാ പഠിച്ചത്. നിന്നെ ഞാൻ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഞാനതാ പഠിച്ചത്. ഈ കാര്യത്തില് അമ്മ എന്നെ നിർബന്ധിക്കണ്ട, എനിക്ക് പറ്റില്ല. അതാണ്, ഞാൻ താഴാവുന്നതിന്റെ മാക്സിമം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ഇന്നതിൽ തുടങ്ങിയൊന്നല്ലോ ഇവളുടെ ഈ സംസാരം. വായിലിരിക്കണം നന്നാവണം എന്ന് ഞാൻ ആ കഴുതയോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അവൾക്ക് കേട്ടാല്? ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും പറഞ്ഞു തന്നാ നീ അത്. എടാ, നീ ഒതുങ്ങിയാലേ പറ്റത്തുള്ളൂ. ഞാൻ ഒതുങ്ങൂല്ലെന്ന്. എനിക്ക് ഒന്നും സൗകര്യമില്ല. വേണ്ട, നീ പോണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എന്റെ വീടാ, എനിക്കറിയാം എവിടെ കൊണ്ടുവരണം എന്നുള്ളത്. ഞാനാ തീരുമാനിക്കുന്നത്. വിളിച്ചോണ്ട് വരാൻ പോകും. എന്താ അമ്മേ പ്രശ്നം? ഞാൻ എന്തോ പറയാനാ? വാടി ചെല്ലേ, അമ്മയല്ലേ വിളിക്കണ. പോയി മതി. ഞാൻ എന്തിനാ അമ്മ അങ്ങോട്ട് വന്നെ? എന്തോന്ന് വർത്തമാനാണിത്? അവനോടാവുന്ന രീതിയിൽ പറഞ്ഞു നോക്കി, അവളോടും പറഞ്ഞു നോക്കി. രണ്ടുപേരും അടുക്കുന്നില്ലേ? അതിനൊക്കെ കാര്യമില്ലാതാനോ.
ഒരു സാരിയുടെ കാര്യമാണ്. ഒരു സാരിയുടെ കാര്യം മാത്രമാണ്. ഇത്രയും വർഷം മുഴുവൻ എന്നെ സഹിക്കായിരുന്നു എന്ന് എന്നെ പറയും. ഇടി ഒരു വാക്ക് വായിന്ന് അറിയാതെ വീണ് പോയതായിരിക്കും. അത് വലിയ ആനക്കാരിയാണോ? വേണ്ട, എന്തൊക്കെയാണ് എന്നെ പറയണെന്ന് അറിയാമോ നിന്റെ നാത്തൂന്? ഞാൻ സഹിക്കില്ലേ, ഇത്രേ ഉള്ളൂ, അതങ്ങ് കളയും. അമ്മ അവനായിട്ട് ചീത്ത പറഞ്ഞമ്മേ, പെങ്കൊച്ചിനിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്. അമ്മ ഒന്നും സംസാരിച്ചില്ല എൻ്റെ അടുത്ത്? പറഞ്ഞെന്ന് അല്ലെങ്കിൽ അവന് അഹങ്കാരം വന്നേ. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ അങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാൻ പാടുണ്ടോ? അത് ചോദിക്കണം. അതെ, ഞാനൊന്ന് ചെന്ന് അവനെ ഒന്ന് വിരട്ടി നല്ല വഴക്കൊക്കെ കൊടുക്കട്ടെ. ഇനി അളിയൻ ഇടപെടാത്തോണ്ടാണെന്ന് വേണ്ട, ഞാൻ പോയിട്ട് വരാം. വിഷമിക്കണ്ട കേട്ടോ. പിന്നെ ശരി, പാർട്ടി ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ ആരെടുക്കണം. അവൻ എന്തെങ്കിലും പറയുന്നില്ല, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണം, അത്രയല്ലേ ഉള്ളു കാര്യം.